ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ചെറിയ രീതിയിലൊരു വിഷമമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അത് ഒരു പക്ഷേ അങ്ങനെ ഒരു കമൻറ്റ്, ഞാൻ കമൻറ്റ് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണിക്കാം. ഈ ഒരു കമൻറ്റ് ഒരിക്കലും മോശമായിട്ടല്ല, നെഗറ്റീവ് സെൻസിൽ അവർ ഇട്ടതാണെന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മോശമായ രീതിയിൽ അവർ ഈ കമൻറ്റ് ഇട്ടുവെന്നും ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. പക്ഷേ ഇതിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്താണ്, കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചുകൂടാ? ഏതോ ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരു മാഡത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവരെല്ലാം ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്, എന്നിട്ടും അവരൊരു ബിസിനസ് അവരുടെ വളർന്നു, അവരൊരു ഷോപ്പ് ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഈ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു എണ്ണ ഉണ്ടാക്കണമെങ്കിൽ ഇതിലേക്കുള്ള സാധനങ്ങൾ നിങ്ങളെല്ലാം വാങ്ങിച്ചു വരുമ്പം എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന ഒരു ബോട്ടിൽ എണ്ണയുടെ വിലയിൽ അപ്പുറം നിങ്ങൾക്ക് ചിലവ് വരും. ഇത് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഈ വിലയ്ക്ക് ഇത് സാധനം വെക്കുമ്പം എനിക്കതൊരു ബിസിനസ്സായിട്ട് എനിക്ക് ലാഭം കിട്ടുന്നത്. ശരിയാണ്, നിങ്ങൾ എന്തെങ്കിലും കുറേശ്ശെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് എനിക്ക് പേഴ്സണലി ആർക്കാണ് പൈസ സമ്പാദിക്കാനും സ്വന്തമായിട്ട് പൈസ സമ്പാദിക്കാനും സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും ആരാണ് ആഗ്രഹിക്കാത്തത്? ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ സത്യം പറഞ്ഞ് ഇതിലോട്ട് തിരിയാനുണ്ടായ ഒരു കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. എനിക്ക് വന്നിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഞാനൊരു പ്രോഡക്റ്റായിട്ട് അത് പുറത്തോട്ട് ഇറക്കിയപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രോഡക്റ്റിൽ നിന്ന് ഒരുപാട് പേര് റീസെല്ലിങ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഷോപ്പുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ 2 റൂം റെൻറ്റിനെടുത്തിട്ട് അതിലാണ് ഇപ്പം എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതും പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും എല്ലാം കൂടെ. എനിക്ക് എംപ്ലോയീസ് ഉണ്ട് അൽഹംദുലില്ലാ. എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്തുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല? ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പം അവർ പറയുന്നത് ഇതാണ്, അതിലെന്തോ മാവ് പോലെ വൈറ്റ് കളറിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനൊരിക്കലും ബ്ലീച്ചിങ് പൗഡർ അതൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല, ഓയിൽ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ പ്രോഡക്റ്റും ലാബ് ടെസ്റ്റഡ് ആണ്. എനിക്ക് ഒരു മകനുണ്ട്. എൻ്റെ മകന് എനിക്ക് എൻ്റെ ബൈ കൗണ്ട് നോക്കാൻ എൻ്റെ 3ാമത്തെ കുട്ടിയാണ് എൻ്റെ മോൻ ജുവാൻ. പക്ഷേ അതിൻ്റെ മുന്നേ എനിക്ക് 2 മക്കൾ എനിക്ക് നഷ്ടപ്പെട്ട ഒരാളാണ്. എൻ്റെ വീഡിയോസ് എല്ലാം നിർത്താതെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കത് മനസ്സിലായേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മോൻക്ക് 1.5 മാസം 45-ാം ദിവസം മുതൽ ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടതിന് ശേഷം ലാബ് ടെസ്റ്റിന് അയച്ചു. ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷമാണ് ഞാനത് സെയിൽ ചെയ്യുന്നത്. ഇന്ന് അവന് 1 വയസ്സാവാനായി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്കായാലും ഒരു കുട്ടിക്ക് ഇപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി പറയുന്ന 1-2 ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ എൻ്റെ അടുത്ത് പേഴ്സണലി ചിലപ്പോൾ 1-2 ആളുകൾ പറയും, ഞാനൊരു മാസം യൂസ് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് പറഞ്ഞ പോലെ റിസൾട്ട് കാണുന്നില്ല പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പേഴ്സണലി ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. മോസ്റ്റ് ഓഫ് ദി കസ്റ്റമറിന് അങ്ങനെ ചെയ്യുമ്പം അത് റിസൾട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 100 പേര് അല്ലെങ്കിൽ 1000 പേര് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാ 99% ഫേസ് ഓയിലിന് നമുക്ക് സക്സസ് തന്നെയാണ്. ഹെയർ ഓയിൽ 100% സക്സസ് നമുക്കുണ്ട്. സിറം ആയാലും ബ്രൈറ്റനിങ് സോപ്പൊക്കെ ഞാൻ 500 ഉണ്ടാക്കും, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്കത് സെയിലായി പോവാണ്. അപ്പോൾ ഇതൊന്നും റിസൾട്ട് ഇല്ലാതെ എനിക്കിത് സെയിലായി പോവുക. പിന്നെ കാണിക്കാത്തതിൻ്റെ റീസൺ, ഞാൻ അതൊന്ന് വഴിതെറ്റിപ്പോയി. കാണിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഡക്റ്റ് ഞാൻ ഇങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളിത് ഉണ്ടാക്കി ഒരു 10 ലിറ്റർ ഉണ്ടാക്കി. ഈ 10 ലിറ്റർ ഉണ്ടാക്കിയിട്ട് ഇത് ലീക്ക് ഔട്ട് എന്തുകൊണ്ട് വലിയ വലിയ ഫേമസ് ആയ കമ്പനികൾക്ക് നേരെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല? എത്ര വില കൊടുത്ത് നിങ്ങൾ ആ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കാൻ റെഡിയാണ്? നമ്മളെപ്പോലെയുള്ളവർ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ പറയുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ 100 ml ഒരു ബോട്ടിൽ, ചില ആളുകൾ അധികം ഇത് വാങ്ങിക്കുന്നത് ഫേസിൽ മാത്രം യൂസ് ചെയ്യാനായിരിക്കും. പേഴ്സണലി ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഒരുപാട് പേർക്ക് ഞാൻ അവരുടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുമ്പം അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പം കൊറിയർ ചാർജ് അല്ലെങ്കിൽ അതിലുള്ള രീതിയിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വിചാരിച്ചിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നുണ്ടെന്നല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ നമുക്കത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നിങ്ങൾ ഈ പറയുന്ന ജെനുവിൻ കെമിക്കൽ പ്രോഡക്ട്സ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. കെമിക്കൽ പ്രോഡക്ട്സ് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിത് 1.5 മാസം പ്രായമുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാം എന്ന് ഞാൻ തരില്ല. ഞാനും ഒരു ഉമ്മയാണ്.
ഒരു കുട്ടിക്ക് അത് തേച്ചിട്ട് ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഒരു കുട്ടീൻ്റെ സ്കിന്നിൽ ഡെയിലി അപ്ലൈ ചെയ്ത് കുളിപ്പിക്കുമ്പം ആ കുട്ടീൻ്റെ ഉമ്മാക്കുള്ള അതേ മനസ്സ് തന്നെയാണ് എനിക്കും ഉണ്ടാവുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ മേക്കിംഗ് വീഡിയോയിൽ എന്താണ് അത് ഇടുന്ന സമയത്ത് മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാനിത് ഇടുന്ന സമയത്ത് തലയിൽ തട്ടടാതെ ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ടാണ് ഈ മേക്കിംഗ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ മുഖം ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടതിൻ്റെ പേരിൽ ഞാൻ അവിടെ ഒരു സ്മൈലി ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ കൈ കുറച്ചധികം കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ പേരിലാണ് ഞാനത് കുറച്ച് മറച്ച് വെച്ചത്. അത് ചിലപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അല്ലാതെ നമ്മളൊരിക്കലും ഏത് പ്രോഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ മനസ്സിലുണ്ടാവുക. എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് 1-2 വീഡിയോസിന് ഒരു പെർട്ടിക്കുലർ ആൾ തന്നെ കമൻറ്റ് ഇട്ടു, റിസൾട്ട് ഇല്ല, വെറുതെയാണ്, വേസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, റിസൾട്ട് ഇല്ലാതെയാണോ ഈ പ്രോഡക്റ്റ് ഞാൻ ഇത്രയും സെയിൽ ചെയ്യുന്നത്? എനിക്ക് റീഓർഡേഴ്സ് വരുന്നത് അല്ല. അപ്പം ഞാൻ ജെനുവിനായിട്ട് തന്നെ പറയാണ്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കും, ഉറപ്പാണോ ഇത്ത വെളുക്കും എന്നുള്ളത്? ഞാൻ അവരോട് ജെനുവിനായിട്ട് ഞാൻ പറയാറുണ്ട്, ഒരിക്കലും വൈറ്റനിങ് ക്രീമിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല. പിന്നെ ഉറപ്പ് ഞാൻ പറയാൻ ഞാൻ പഠിച്ചവനല്ല. മാഷാഅല്ലാ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് റിസൾട്ട് കാണുന്നുണ്ട്. അൽഹംദുലില്ലാ ഒരുവിധം എല്ലാവരും റിസൾട്ട് പറയുന്നുണ്ട്. എല്ലാവരും എനിക്ക് റീഓർഡേഴ്സ് തരുന്നുണ്ട്. എനിക്കൊരു മന്ത്ലി വൈസസ് എടുക്കുകയാണെങ്കിൽ റീഓർഡേഴ്സ് തരുന്ന കസ്റ്റമേഴ്സ് തന്നെ നല്ല രീതിയിൽ എനിക്ക് ബൾക്കായിട്ട് ഓർഡേഴ്സ് തരാറുണ്ട്. അപ്പം അല്ലാതെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് പറഞ്ഞ ആളെ കുറ്റപ്പെടുത്തല്ല, അവർ പറഞ്ഞത് ശരിയാണ്, കാണിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം അവർ പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ ബിസിനസ് സീക്രട്ട് നമ്മളുടെ പേഴ്സണലായിരിക്കും. അപ്പോൾ അതിട്ടിട്ട് നമുക്കതൊരു ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ ബാധിക്കുന്നുള്ള ടെൻഷൻ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ടാവും. ചിലർക്ക് അത് കാണില്ല, യെസ് ഐ അഗ്രി. പക്ഷേ എന്നെപ്പോലെ ചിലരും ഉണ്ടാവുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും, ബൈ.